ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളെല്ലാ ക്യാൻസർ രോഗികൾക്കും ഒത്തിരി മാനസിക ഉല്ലാസം ഒക്കെ ആവശ്യം തന്നെയാണ്. കാരണം നമ്മൾ രോഗികളാണ്. നമുക്ക് ചിലപ്പം കീമോയുടെ ഒക്കെ ടൈമിൽ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. റേഡിയേഷൻ്റെ ടൈമിലും ക്ഷീണങ്ങളുണ്ട്. പക്ഷേ കീമോയുടെ അത്ര തന്നെ ക്ഷീണങ്ങൾ നമുക്കില്ല. ഓൾറെഡി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കീമോ ടൈമിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ സർജറിയുടെ ടൈമിൽ, സർജറി കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സർജറി കഴിഞ്ഞ് പിന്നെ ഫ്യൂച്ചർ പൊട്ടി 2-3 പ്രാവശ്യം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് ഭയങ്കര ക്ഷീണങ്ങളായിരുന്നു. ഞാനിവിടെ റേഡിയേഷന് വരുന്നൊരു ടൈമിലും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റേഡിയേഷൻ്റെതായ ക്ഷീണങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. ഓൾറെഡി എനിക്ക് 4 റേഡിയേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം വിഷു ആയതുകൊണ്ട് എനിക്ക് ഇന്ന് റേഡിയേഷനില്ല, നാളെ റേഡിയേഷനുണ്ട്. അപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ചൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ക്ഷീണത്തിനൊക്കെ കുറവുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ടൈമിലൊക്കെ കുറച്ച് ഒരു വെയിലൊക്കെ താഴുന്നൊരു ടൈമിൽ കുറച്ച് നടക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ മൈൻഡ് തന്നെ മാറ്റണം. കാരണം അങ്ങനെ നമ്മളൊരു രോഗിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ലായിരിക്കാം. എല്ലാവരും പിന്നെ ഈ രോഗത്തെയൊക്കെ മറികടക്കാൻ തന്നെയായിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ഓർമ്മിപ്പിക്കും, നമ്മൾ രോഗിയാണ്. അതുതന്നെയല്ല, ഞാൻ MVRൽ ഞാൻ പോയ ടൈമിൽ അവിടുന്ന് ഒത്തിരി ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പം അവരുടെയൊക്കെ ഒരു സംസാര ശൈലിയിൽ അവരൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കാരണം ഈ രോഗം തിരിച്ചു വരുമോ, പിന്നെ രണ്ടാമത് തിരിച്ചു വരുന്നവർ കാരണം നമ്മൾ പരിചയപ്പെടുന്നവരിൽ ഭൂരിപക്ഷം പേരും രണ്ടാമത് തിരിച്ചു വന്നവരായിരിക്കാം, അല്ലാതെ മൂന്നാമത് തിരിച്ചു വന്നവരായിരിക്കാം, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം. കാരണം എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല. ചിലർക്ക് പിന്നെ അങ്ങനെ ചിലപ്പോൾ തിരിച്ചു വരാം. കാരണം ഏത് രീതിയാണേലും അങ്ങനെയാണല്ലോ. പക്ഷേ നമ്മൾ അങ്ങനെ തിരിച്ചു വരും എന്ന് വിചാരിച്ച് ആരും ചികിത്സിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ചില രോഗങ്ങൾ, ചില ടൈപ്പ് ക്യാൻസേഴ്സ് ചിലപ്പം നമുക്ക് തിരിച്ചു വരാം. പക്ഷേ വന്നാലും നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു തിരിച്ചു വന്നു, അല്ലാതൊരു മെറ്റാസ്റ്റാറ്റിക് ആണെങ്കിലും 4th സ്റ്റേജ് ആണെങ്കിൽ വരെ നമുക്ക് ഒത്തിരി കാലം ഇതൊക്കെ കവർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ചൊന്നും ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഒത്തിരി ഈ ഒരു സമയത്ത്, കാരണം എല്ലാവരുടെയും ഒരു മനസ്സിൽ ഒത്തിരി ആശങ്കകളുണ്ട്. കാരണം നമുക്ക് ഈ രോഗികളെക്കാളും ആശങ്ക കൂടെ നിൽക്കുന്നവർക്കാണെന്നാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. കാരണം ഞാൻ ഒത്തിരി ആൾക്കാരുടെ കഥകളൊക്കെ കേട്ടു. കാരണം ഈ ഒരു രോഗം വരുന്നിടത്ത് നമ്മൾ സമൂഹം മുഴുവൻ കൂട്ടിപ്പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഉണ്ടല്ലോ, ഒത്തിരി ആൾക്കാർ, പിന്നെ വീട്ടുകാർ, സമൂഹം ഒക്കെ ഒറ്റപ്പെടുത്തിയവർ, ഈ ക്യാൻസർ രോഗികൾ ശരിക്കും ഒറ്റയ്ക്കായവർ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പം ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ രോഗമാണെന്ന് അറിഞ്ഞ് പിന്നെ കുറച്ച് കാലമൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. രണ്ടാമത് തിരിച്ചു വന്നു. ആ ടൈമിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി. ഇങ്ങനെ ഓരോ അവസ്ഥകൾ. പിന്നെ നമ്മളേറ്റവും കൂടുതൽ ഒരു കൂടെ നിൽക്കേണ്ടവർ ഹസ്ബൻഡാണ്, അല്ലെ മക്കളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ക്യാൻസർ ആണെന്നറിഞ്ഞു, അല്ലെ തുടക്കമല്ല, അതൊരു 2ാം സ്റ്റേജാണ്, അല്ലെ 3ാം സ്റ്റേജാണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ രണ്ടാമത് അവർക്ക് തിരിച്ചു വരുന്നു. ആ സമയങ്ങളിൽ കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതെ അവരെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ, അത് ഭയങ്കര ഒരു ഭയാനകമായ ഒരവസ്ഥയാണ് കേട്ടോ. കാരണം ഇന്ന് പിന്നെ ഒരു രോഗികളെ ആരും അങ്ങനെ വെറുക്കേണ്ടതായിട്ടും അകറ്റി നിർത്തേണ്ടതായിട്ടും ഒരു കാര്യങ്ങളുമില്ല. കാരണം ഇന്ന് ഈ രോഗം എല്ലാവരുടെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഓരോ വീടിൻ്റെയും പടിവാതിൽക്കൽ ഇന്ന് ക്യാൻസർ രോഗം എത്തി നിൽക്കുകയാണ്. കാരണം അതിന് ഏറ്റവും വലിയൊരു സംഭവം ഇത് ജീവിതശൈലി രോഗമാണെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് പാരമ്പര്യം മാത്രമൊന്നുമല്ല, പിന്നെ ജീവിതശൈലി രോഗമാണ്. അപ്പോൾ എല്ലാ പടിവാതിൽക്കലും ഇത് എത്തി നിൽപ്പുണ്ട് എന്നുള്ളൊരു ബോധമുള്ള ഓരോ വ്യക്തികളും ഈ ഒരു രോഗികളെ കൂട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടത്ര ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പിന്നെ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. കാരണം ഇവർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും എല്ലാം ഒറ്റപ്പെടുന്നൊരവസ്ഥയാണ്. നിങ്ങൾ പിന്നെ ഈ രോഗികളെ നോക്കുന്നവർ, അവരെ കൂട്ടിപ്പിടിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ടി ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്.
കാരണം അവർക്ക് ഈ സാമ്പത്തികം ഉണ്ടാക്കണം, പിന്നെ അവർ ഹോസ്പിറ്റലിലെ കാര്യങ്ങളായി അവരുടെ വീട്ടിലെ കാര്യങ്ങളായി ഒക്കെ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ സഫർ ചെയ്യുന്നുണ്ട് ഈ രോഗികളും. കാരണം അവരൊക്കെ സമൂഹത്തിലിറങ്ങി അല്ലെങ്കിൽ വീട്ടിൽ അവരുടെ കാര്യങ്ങൾ ഒത്തിരി ചെയ്ത് അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളാണ്. കാരണം അവർക്ക് മക്കളുടെ കാര്യങ്ങളായി കുടുംബത്തിൽ ഓരോ കാര്യങ്ങളായി മുമ്പോട്ട് ഇങ്ങനെ ചെയ്യണം, നാളെ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മുമ്പോട്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ഓരോ ധാരണകളുമായിട്ട് മുമ്പോട്ട് വരുന്ന ഈ ഒരു വ്യക്തി ഒറ്റ ഒരു സുപ്രഭാതത്തിലാണ് എനിക്ക് ഇങ്ങനെയൊരു രോഗമാണെന്നും ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണെന്നും ഞാൻ ഡെയിലി ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പിന്നെ എല്ലാം കൊണ്ട് മാനസികമായും ശാരീരികമായും എല്ലാം ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. കാരണം അവർക്ക് ശാരീരികമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ നല്ലതായിരിക്കില്ല. പിന്നെ അത് തന്നെയല്ല, കീമോ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഒത്തിരി നമ്മുടെ മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ രോഗികളാണെങ്കിൽ പിന്നെ അവർക്ക് കീമോ ഒക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ അവരുടെ പിന്നെ മെൻസസ് ഒക്കെ ഓൾറെഡി സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഏജ് ആവാതെ തന്നെ അവർക്ക് അങ്ങനെ ഒരു മെൻസസ് ഒക്കെ സ്റ്റോപ്പാകുന്ന ഒരു ടൈമിൽ അതിൻ്റെതായ കുറച്ച് സിംറ്റംസും കൂടെ അവരിലേക്ക് വരും. അതായത് പെട്ടെന്ന് വേർക്കൽ, പെട്ടെന്നുള്ള ടെൻഷന്, ഭയങ്കരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അവർക്ക് അതും ബാധിക്കും. കീമോയുടെ പ്രശ്നങ്ങൾ വേറെ, ഇത് വേറെ, പിന്നെ അവരുടെ മാനസിക പ്രശ്നങ്ങൾ വേറെ, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെ. കാരണം ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു വലിയൊരു സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തികൾക്കൊന്നും ഈ ഒരു രോഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഒത്തിരി ഭാരിച്ചതാണ്. കാരണം പിന്നെ ഇമ്മ്യൂണോതെറാപ്പി, അല്ലെങ്കിൽ പിന്നെ റേഡിയേഷൻ, പിന്നെ കീമോ, പിന്നെ ഓപ്പറേഷൻ, പിന്നെ ഓരോ തവണയുള്ള സ്കാനിങ്ങുകൾ കാര്യങ്ങൾ, ഇതൊക്കെ പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ടാർഗറ്റഡ് തെറാപ്പി, പിന്നെ ഹോർമോൺ തെറാപ്പി ആണെങ്കിലും അങ്ങനെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ചിലവേറിയത് തന്നെയാണ്. അപ്പം ഇതും ഈ ഒരു പേഷ്യൻസിൻ്റെ മുമ്പിൽ കൂടെ തന്നെ ഈ എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകുന്നുണ്ട്. കാരണം അതുകൊണ്ട് അത്രത്തോളം മാനസികമായിട്ടും കൂടെ പിന്നെ എന്നാ പറയുക, ഒരു വിഷമത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം രോഗികൾ കൂടെ നിൽക്കുന്നവർ അവർക്കൊരു സന്തോഷം പ്രദാനം ചെയ്യണം. പിന്നെ അത് തന്നെയല്ല, ഈ രോഗികളായിരിക്കുന്നവർ നമ്മൾ സ്വന്തം നമ്മുടെ സന്തോഷം കൊണ്ടുവരണം. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ രോഗം മാറാൻ ഉള്ള ഒരു ഏറ്റവും വലിയ മരുന്നാണ് കേട്ടോ അത്. കാരണം ഈ രോഗം മാറാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തു ഇതുകൊണ്ട് മാത്രമൊന്നും നമ്മുടെ ഈ ക്യാൻസർ രോഗം മാറത്തില്ല. ഈ ക്യാൻസർ രോഗം മാറുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം. നമ്മുടെ മനസ്സിന് എത്ര ബലമുണ്ടോ അവിടെ നമുക്ക് ഒരു രോഗത്തിനും നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ തോൽപ്പിക്കാനോ പറ്റില്ല. കാരണം മാനസിക ഉല്ലാസം നമ്മൾ തന്നെ കൊണ്ടുവരിക. ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും ഈ രോഗം ബാധിച്ച എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുക. കാരണം ഒത്തിരി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കുന്ന വരില്ല. കാരണം അങ്ങനത്തെ നമ്മൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ അനുഭവിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള സംഭവങ്ങൾ വെറുതെ ഇരിക്കരുത്, വെറുതെ ഇരുന്ന് നമ്മളൊന്നും ചിന്തിക്കരുത്. നമ്മൾ കിടക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള പാട്ട് വെക്കുക, അല്ല നമുക്ക് സീരിയലായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്ടമുള്ള എന്തെല്ലാം ഉണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ പരമാവധി ഇരിക്കുക. പിന്നെ ഒത്തിരി കീമോ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒത്തിരി ആൾ കൂടുന്നിടത്തൊന്നും പോകരുതെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ എൻ്റെ റേഡിയേഷൻ ചെയ്യുന്നിടത്തുനിന്ന് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അടുത്തുള്ളൊരു പുഴയുടെ തീരത്താണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമായി, വെയിലൊന്നുമില്ല, ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ഒരു സമയം നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ ബെഡിൽ തന്നെ അല്ലെ വീട്ടിൽ തന്നെ അങ്ങനെയൊന്നും ഒതുങ്ങിയിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിക്കൊള്ളുക. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ MVRലെ പിന്നെ ഒരു ലേഖ അംബുജാഷൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ പുള്ളിക്കാരി പിന്നെ ഇങ്ങനെ കെട്ടുവൻ്റെ കൂടെ കറങ്ങാൻ പോയി എന്നും പറഞ്ഞ് ഒത്തിരി പേര് വിമർശിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സഹതാപം തോന്നി കേട്ടോ. കാരണം പുള്ളിക്കാരിയുടെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു മാനസികാവസ്ഥയാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ ജസ്റ്റ് ആ കാറിൽ പുള്ളിയൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ അല്ലെ പുറത്തേക്ക് പോയി, അല്ലെ
അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഈ ക്യാൻസർ രോഗികൾ ഈ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കീമോയുടെ ടൈമിൽ നമ്മൾ ഇൻഫെക്ഷൻ ആകാതെ നമ്മൾ നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അവർ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണ്ട. അവരിങ്ങനെ ഒരു സ്പെഷ്യൽ ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട, അവരെ സ്പെഷ്യൽ പരിഗണനയും കൊടുക്കണ്ട. അവരെ നമ്മളെപ്പോലെ തന്നെ നമ്മളിൽ ഒരാളാണ് അവരെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ കൂട്ടിപ്പിടിച്ച് സാധാരണ രീതിയിൽ സംസാരിക്കുക. കാരണം അവർക്ക് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അധിക സഹതാപം ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാലോ, ഈ രോഗികൾ അധിക സഹതാപം അല്ല ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും പോലെ തന്നെ നമുക്കൊരു കെയറിങ് വേണം. പിന്നെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ, കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും കേട്ടോ, ഇല്ലയെന്നൊന്നുമല്ല. അത് ഒരു കുഞ്ഞുമക്കളുടെ സ്വഭാവം ചില സമയത്ത് ഉണ്ടാവും. കാരണം അത് നമ്മൾ ഇത്രയും വലിയൊരു കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം എല്ലാവരും നമ്മളെ വേറൊരു രീതി ചിന്തിക്കണ്ട. നമ്മളിൽ തന്നെ ഒരാളാണെന്ന് വിചാരിച്ച് അവരെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് എല്ലാവരും സമൂഹം ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും ഞാൻ തന്നെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സാണ് എനിക്ക് ഇന്ന്. നേരത്തെ ഉള്ളതിനേക്കാളും ആയിരക്കണക്കിന് ഫ്രണ്ട്സ്. എല്ലാവരും എന്നെ വിളിക്കുന്നു, ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, ഒത്തിരി സന്തോഷമാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ നമ്മളെ വിളിക്കണമെന്നും നമ്മളെ കാണണമെന്നും അല്ല എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുമായിരുന്നോ എന്ന് ചിന്തിക്കുന്നവരൊന്നും ചിലപ്പോൾ നമ്മളെ വിളിച്ചൊന്നും വരില്ല കേട്ടോ. അതിലൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ വിളിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് രോഗമാണെന്ന് വിചാരിച്ച് ആരും ഒതുങ്ങിക്കൂടണ്ട. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ പഠിക്കുന്ന കാലങ്ങളിലെ ഫ്രണ്ട്സ്, അവരെയൊക്കെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം, അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് വെക്കുക. അപ്പം നമുക്ക് ഒത്തിരി മനസ്സിന് സന്തോഷമാണ്. അങ്ങനെ നമുക്കിനി പ്രത്യേകിച്ച് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈമിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ എല്ലാവരുമായിട്ടൊരു കോണ്ടാക്റ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സന്തോഷത്തോടെ ചിരി ബഹളം അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷപൂർവ്വമായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ദുഃഖിച്ചിരിക്കാനോ അല്ലാതെ റൂമിൽ അങ്ങനെ വെറുതെ ഇരിക്കാനോ എപ്പോഴും കട്ടിലിൽ തന്നെ അല്ലെങ്കിൽ കിച്ചൺ വരെ വന്നു അല്ല ഫുഡ് കഴിച്ചു തിരിച്ചു വന്നു അങ്ങനെയൊന്നും ആവണ്ട. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെതായ കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് നാളത്തെ റേഡിയേഷനൊക്കെ കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം കേട്ടോ.